അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്കിത് ഉപകാരമാവുകയുള്ളൂ. ബർക്കത്ത് വർദ്ധിക്കാൻ അഥവാ നമുക്ക് നൽകിയ സമ്പത്തിൽ ഐശ്വര്യമുണ്ടാവാൻ എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു ഖുർആനിക ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത്. സമ്പത്ത് ആവശ്യത്തിനുള്ളവർക്കും ഇല്ലാത്തവർക്കും, അല്ലെങ്കിൽ സമ്പത്തിൽ ബർക്കത്ത് കുറഞ്ഞവർക്കും, സമ്പത്ത് പെട്ടെന്ന് ചെലവായി പോകുന്നവർക്കൊക്കെ ഈ ഒരു സിമ്പിളായ കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും സമ്പത്ത് വർദ്ധിക്കും. പരിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ സൂറത്ത് ജുമുഅ 4-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. ഈ ഒരു ചെറിയൊരു ആയത്ത് ഒരു വെള്ളക്കടലാസിൽ തെറ്റുകൂടാതെ ഒരു തവണ എഴുതുക. അതിനുശേഷം പൈസ സൂക്ഷിക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട മുതലുകൾ സൂക്ഷിക്കുന്ന ഭാഗത്തോ എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കാനും ഐശ്വര്യമുണ്ടാവാനും സമ്പത്ത് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടാൻ കാരണമാകുമെന്ന് കിതാബുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് എഴുതുമ്പോൾ നല്ല മനസ്സോടെ ശുദ്ധിയോടുകൂടെ നല്ല സമയം നോക്കി കിബിലയിലേക്ക് തിരിഞ്ഞ് എഴുതി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.